കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, ഇന്നത്തെ ഈ ഒരു സെഷനിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇഗ്നോ ഫോക്കസ് 5.0, അതായത് നമ്മുടെ ലാംഗ്വേജ് കണ്ടക്ട് ചെയ്യുന്ന PDCA ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന്റെ ബേസിസിലുള്ള കുറച്ച് സ്റ്റഡീസ് കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. BCOS 186, അതായത് നമ്മുടെ UG കോഴ്സസിന്റെ ഒരു എലക്ടീവ് പേപ്പറായിട്ട് വരുന്ന പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിലായിരിക്കും ഈ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പോയേക്കുന്നത്. അതിന്റെ ബേസിസിൽ നമ്മൾ എക്സാം ഓറിയന്റഡ്, അതായത് നിങ്ങളിപ്പം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈമിൽ എന്തൊക്കെ പോർഷൻസ് ആണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് കവർ ചെയ്യേണ്ടത്, ഏത് ടോപ്പിക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ റെക്കറിംഗ് ടെൻഡൻസി ഉണ്ടോ, എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അങ്ങനത്തെ കുറെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു സെഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇത് നിങ്ങളുടെ എക്സാംസിന് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു സെഷനാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് കാണുക. ഓൾസോ നമ്മളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ സഹിതമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സെഷനിലോട്ട് കിടക്കാം. നമ്മുടെ ഒരു സബ്ജക്ട് BCOS 186 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് ആണ്. കമ്പാരിറ്റീവ്ലി എന്താണ് നമുക്ക് പേപ്പറാണെന്ന് ഓൾറെഡി അറിയാം. ഇലക്ടീവ് പേപ്പർ ആണ്, തിയറി പേപ്പറും ആണ്. അപ്പൊ അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതായത് June 25 വരെയുള്ള അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടോ അതിനെല്ലാം ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിലബസ് മാപ്പിംഗ്, അതായത് ഓരോ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ആയിട്ടുള്ള എല്ലാ സ്റ്റഡീസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ എക്സാം പാറ്റേൺസ്, അതായത് നമ്മളുടെ ഈ ഒരു എക്സാംസ് ഇപ്പൊ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെ ഓരോ സബ്ജക്ട്സിനും ചോദിക്കണം. ഈ ഒരു പേഴ്സണൽ സെല്ലിങ്ങിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് വരുന്നത്, എങ്ങനെ ഏത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്ന രീതികളും, അതായത് അതിന്റെ ഒരു വ്യത്യാസങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ പറയാം. പിന്നെ അതേപോലെ തന്നെ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ പോർഷൻസോ കണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളും, ദെൻ അതേപോലെ നമുക്ക് ടോപ്പിക്, അതായത് അങ്ങനെ റെക്കറിംഗ് ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നിലവിൽ ഇതാണ് ഇപ്പം ഇനിയും വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കുറച്ച് ടോപ്പിക്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ആ സെയിൽസ് പ്രോസസ്സ്, ബൈയിങ് മോട്ടീവ്സ്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ തറലി കണ്ടു വരുന്നത്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം ഈ ഒരു സെഷനകത്ത് നമുക്ക് കവർ ചെയ്ത് പോകാം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും തരുന്നുണ്ട്. അതിന്റെ മോഡൽ ആൻസേഴ്സ്, അതായത് അതിന്റെ ഒരു ആൻസർ കീ നിങ്ങളുടെ ആപ്പിനകത്ത്, ലേൺവൈസ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. അത് റെഫർ ചെയ്യുക. നമ്മൾ ഈ ഒരു സെഷനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് വരെ മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ഓൾറെഡി ഡോക്യുമെന്റ് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ നോക്കുന്നത് ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ടോപ്പിക്സും അതിന്റെ റെലവൻസുമാണ്. ഇതിലെ ഫസ്റ്റ് ബ്ലോക്ക്, അതായത് ബ്ലോക്ക് 1 പേഴ്സണൽ സെല്ലിംഗ് ബേസിക്സ് നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 1ലെ ഇൻട്രൊഡക്ഷൻ ടു പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് 15 പ്രാവശ്യം 15 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അതിന് ഹൈ റിലവൻസ് ഉള്ള ഒരു ടോപ്പിക്കായിട്ട് പറയാൻ പറ്റും. യൂണിറ്റ് 2ലെ സെയിൽസ്മാൻഷിപ്പ് 17 പ്രാവശ്യമാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ഹൈ റിലവൻസ് ഉള്ള ടോപ്പിക്കാണ്. യൂണിറ്റ് 3ലെ സെയിൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് 9 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. മീഡിയം റേഞ്ച്, അതായത് ഒത്തിരി അങ്ങനെ ഹൈ ആയിട്ട് റിപ്പീറ്റഡ് വന്നിട്ടില്ല, പക്ഷെ എങ്കിൽ നമ്മൾ ഫ്രീക്വന്റ്ലി ചോദിച്ച് കാണുന്നുണ്ട്. അപ്പൊ മസ്റ്റ് കവർ എന്ന രീതിയിൽ തന്നെ നമുക്ക് അതും പറയാൻ പറ്റും. ദെൻ യൂണിറ്റ് 4ലെ സെയിൽസ് ഫോഴ്സ് മാനേജ്മെന്റ്, ഇതും 8 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. മീഡിയം റേഞ്ച് ആണ് അതിന്റെ റെലവൻസ് എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് 2 ബൈയിങ് മോട്ടീവ്സ് അല്ലെങ്കിൽ സെയിൽസ് മോട്ടിവേഷനകത്ത് യൂണിറ്റ് 5ലെ ബൈയിങ് മോട്ടീവ്സ് എന്ന് പറയുന്നത് 6 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. മീഡിയം റെലവൻസ് ആണ് ആ ടോപ്പിക്കിനുള്ളത്. ദെൻ യൂണിറ്റ് 6ലെ ബയർ ബിഹേവിയർ 6 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണ്. യൂണിറ്റ് 7ലെ സെയിൽസ് ഫോഴ്സ് മോട്ടിവേഷൻ 2 പ്രാവശ്യമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അതിനെ ലോ റെലവൻസ്, അതായത് നമുക്ക് തീരെ വിട്ട് കളയാൻ പറ്റത്തില്ല, പക്ഷെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് പോകണം.
കാരണം വരാൻ ചാൻസ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് സെയിൽസ് ഫോഴ്സ് മോട്ടിവേഷൻ. യൂണിറ്റ് 8 സെയിൽസ് പ്രോസസ് എന്ന് പറയുന്നത് 14 ടൈംസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളത്. അത് ഹൈ കാറ്റഗറി അല്ലെങ്കിൽ ഹൈ റെലവൻസ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സെയിൽസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്ലോസിംഗ് എന്നാണ്. അതിനകത്ത് യൂണിറ്റ് 9 സെയിൽസ് പ്രസന്റേഷൻ അല്ലെങ്കിൽ ഡിമോൺസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, 8 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം കാറ്റഗറി ആണ്, റെലവൻസ് ആണുള്ളത്. യൂണിറ്റ് 10 ക്ലോസിംഗ് ദ സെയിൽ 6 പ്രാവശ്യമാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്, മീഡിയം കാറ്റഗറിയാണ്. യൂണിറ്റ് 10 ക്ലോസിംഗ് ദ സെയിൽ 6 പ്രാവശ്യം, മീഡിയം കാറ്റഗറി ആണ്. ബ്ലോക്ക് 4 അതായത് റിപ്പോർട്ട്സ് എത്തിക്സ് ആൻഡ് കരിയേഴ്സ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്ന് യൂണിറ്റ് 11 റിപ്പോർട്ട് ആൻഡ് ഡോക്യുമെന്റ്സ് ഇൻ സെയിൽസ് 9 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്, മീഡിയം കാറ്റഗറിയും. യൂണിറ്റ് 12 എത്തിക്സ് ഇൻ സെല്ലിംഗ് 10 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അതിനെ നമുക്ക് ഹൈ കാറ്റഗറി അല്ലെങ്കിൽ ഹൈ റെലവൻസ് ഉള്ള ടോപ്പിക് ആയിട്ട് പറയാൻ പറ്റും. യൂണിറ്റ് 13 സ്കിൽസ് ഓഫ് സെയിൽസ് പേഴ്സൺ 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ലോ കാറ്റഗറി ആണ് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാൽ ഹൈ എന്ന് പറയാനും പറ്റത്തില്ല. അതേപോലെ തന്നെ യൂണിറ്റ് 14 കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ സെല്ലിംഗും 2 പ്രാവശ്യം, അതായത് ലോ കാറ്റഗറി എന്ന രീതിയിലാണ് വരുന്നത്. അതും നമുക്ക് എന്താണ് ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തീരെ അങ്ങനെ നമുക്ക് വിട്ടു കളയാൻ പറ്റത്തില്ല. എന്നൊട്ട് എന്താണ് നമ്മൾ കവർ ചെയ്യുകയും വേണം എന്നൊരു ടോപ്പിക്കിലാണ് അത് വരുന്നത്. ദെൻ നമുക്ക് വരുന്നത് ഇപ്പോ ഈ ഒരു കാറ്റഗറി എല്ലാം നമ്മൾ പറഞ്ഞതൊന്ന് ശ്രദ്ധിച്ചല്ലോ അല്ലെ. 10 കൂടുതലോ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ അപ്പിയർ ചെയ്തിട്ടുള്ള പോർഷൻസിനെ എല്ലാം നമ്മൾ ഹൈ കാറ്റഗറി അല്ലെ ഹൈ റെലവൻറ്റ് ടോപ്പിക് എന്ന രീതിയിൽ തന്നെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് മസ്റ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട പോർഷൻസ് ആണ്, ഒരിക്കലും വിട്ടുകളയല്ല. എക്സാമിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പോർഷൻസ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്, കാരണം അങ്ങനെ ഒരു ടെൻഡൻസിയാണ് കണ്ടുവരുന്നത്. മീഡിയം കാറ്റഗറിയിൽ നമ്മളൊരു 5 to 9 അപ്പിയറൻസ് വരെ വന്നിരിക്കുന്ന ടോപ്പിക്സിനെയാണ് പറഞ്ഞത്. അത് നമുക്ക് ഇത് ഉറപ്പായിട്ടും വരും, ഇത് വന്നേ പറ്റൂ എന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും അതിന് വരാനുള്ള ചാൻസ് കൂടുതലാണ്, റെലവൻസ് കൂടുതലാണ്. അപ്പം ആ ഒരു പോർഷൻസ് നോക്കുക. ദെൻ മറ്റേത് ലോ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത്ര അങ്ങ് സ്ഥിരം കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷെ 2 3 പ്രാവശ്യമായിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള പോർഷൻസ് ആണ് ലോ റെലവൻസ് എന്ന രീതിയിൽ പറഞ്ഞത്. അപ്പം ആ ഓരോ റെലവൻസും അനുസരിച്ച് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ആ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യാൻ ശ്രദ്ധിക്കാം. ദെൻ അത് തന്നെ നമ്മളൊരു ചാർട്ടിൽ കൊടുത്തിരിക്കുന്നതിനുള്ള ഈ ചാർട്ട് വെച്ച് നോക്കിയാൽ തന്നെ കാണാം, നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ കൂടുതലും ബ്ലോക്ക് 1 നിന്നാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്ത് കാണുന്നത്. ബ്ലോക്ക് 2 നിന്നും അടുത്തത്, ബ്ലോക്ക് 3 നിന്ന് അടുത്ത ഇത്, പിന്നെ ബ്ലോക്ക് 4 നിന്നാണ് ഏറ്റവും കുറവ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതിന്റെ തന്നെ സെയിം ഒരു ഹീറ്റ് മാപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അനാലിസിസിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ടേബിൾ ഒക്കെ വെച്ച് ചാർട്ടും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ടോപ്പ് 3 ഹൈ ഇൽഡ് ടോപ്പിക്സ്, അതായത് നമ്മുടെ ഈ ഒരു ബോക്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അനാലിസിസ് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ട് കോറായിട്ട് നമ്മൾ നോക്കേണ്ട ടോപ്പ് 3 ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ സെയിൽസ്മാൻഷിപ്പ്, അതായത് യൂണിറ്റ് 2 ബ്ലോക്ക് 1 യൂണിറ്റ് 2 സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ അത്രയും പ്രാവശ്യമാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. കോർ കൺസെപ്ഷൻ ആൻഡ് അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് ബേസ് ഫ്രീക്വന്റ് ഷോർട്ട് ആൻസേഴ്സ് റിപ്പീറ്റേഷൻ, അതായത് നമുക്ക് ഷോർട്ട് ആൻസേഴ്സ് എന്താണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ്. കോർ ക്വസ്റ്റ്യൻസിന്റെ കൂട്ടത്തിലും അല്ലെങ്കിൽ അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഏത് രീതിയിലും സെയിൽസ്മാൻഷിപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സെയിൽസ് പ്രോസസ്, അതായത് ബ്ലോക്ക് 2 യൂണിറ്റ് 8 സെയിൽസ് പ്രോസസ് ഇമ്പോർട്ടന്റ് ആണ്. അതെന്താണ് ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ കേസ് ബേസ്ഡ് ഫോർമാറ്റ്സിലും പിന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെ ഒരു ടോപ്പിക് ആണ് സെയിൽസ് പ്രോസസ് എന്ന് പറയുന്നത്. അതും നമുക്ക് ടോപ്പ് 3 പറയാം. ദെൻ ലാസ്റ്റ് വൺ എത്തിക്സ് ഇൻ സെല്ലിംഗ്, ബ്ലോക്ക് 4 യൂണിറ്റ് 12 ആണ് വരുന്നത്. എത്തിക്സ് ഇൻ സെല്ലിംഗ് അത് നമുക്ക് എന്താണ് കൂടുതൽ നമുക്ക് ഫോക്കസ് കൊടുക്കേണ്ട ഒരു പോർഷൻ ആയിട്ട് തന്നെ പറയാം. അതായത് ഇൻഡസ്ട്രി ഓറിയന്റേഷനും അല്ലെങ്കിൽ മാർക്കൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു അതിനും ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ടെൻഡൻസിയും അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് അതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ട ഒരു കേസ് ഒക്കെ വരുന്ന ഒരു പോർഷൻ ആണ് എത്തിക്സ് ഇൻ സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ടോപ്പ് 3 ടോപ്പിക്സ് എന്ന് പറയുന്നത് സെയിൽസ്മാൻഷിപ്പ്, സെയിൽസ് പ്രോസസ്, എത്തിക്സ് ഇൻ സെല്ലിംഗ്, ഈ 3 കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് കവർ ചെയ്യുക. ദെൻ നമ്മുടെ എക്സാം പാറ്റേൺസ് നോക്കാം. എക്സാം പാറ്റേൺസ് മെയിൻ ആയിട്ട് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസിന്റെ ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ലോങ് എസ്സേ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസിൽ മെയിൻ ആയിട്ട് അവർ ഉദ്ദേശിക്കുന്നത് 10 to 20 മാർക്സിനായിരിക്കും ഇങ്ങനത്തെ ലോങ് എസ്സേസോ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസോ ചോദിക്കാറുള്ളത്. ആ ഒരു ക്വസ്റ്റ്യന്
അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് എസ്സേസ് വരുന്ന സമയത്ത് നമ്മൾ 200 to 400 വേർഡ്സിൽ നമ്മുടെ ആൻസേഴ്സ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. വിത്ത് എക്സാമ്പിൾസ് കൊടുക്കണം, നമ്മളെ സൈഡ് ഹെഡിങ്സ് ഒക്കെ കൊടുത്ത് സബ് പോയിന്റ്സ് കൊടുത്തിട്ട് നല്ല നീറ്റ് ആയിട്ട് നമ്മളുടെ കാര്യങ്ങൾ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യും. ചുമ്മാ ഒരു പാരഗ്രാഫ്, ഒറ്റൊരു പാരഗ്രാഫിൽ എല്ലാ ആൻസേഴ്സും കൂടെ കൊള്ളിക്കാനല്ല, ചെറിയൊരു അതെന്താണ് ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ ഡെഫിനിഷനോ അല്ലെങ്കിൽ അതിന് എന്താന്നൊരു ഒരു സെന്റൻസിൽ അല്ലെങ്കിൽ 2 സെന്റൻസിൽ എന്താണോ കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുത്തിട്ട് അതിനെ കുറിച്ച് എന്താണോ ക്വസ്റ്റ്യൻസ് അത് എഴുതുക. അത് കഴിഞ്ഞിട്ട് അതൊന്ന് കൺക്ലൂഡ് ചെയ്യുന്ന പോലെ കേട്ടോ. സബ് പോയിന്റ്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ അതെല്ലാം കൊടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 200 to 400 വേർഡ്സിനുള്ളിൽ നമ്മൾ ആൻസേഴ്സ് ചുരുക്കണം. ലോങ് എസ്സേക്ക് അത് മാർക്ക് ബേസ് ചെയ്തിരിക്കും. 10 to 20 മാർക്സ് ആണ് വരുന്നത്. അതിൽ എത്ര മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് നമ്മളുടെ ആൻസേഴ്സ് ഉൾക്കൊള്ളിക്കാം. ദെൻ വരുന്നത് ഷോർട്ട് ആൻസേഴ്സ് ആണ്. ഷോർട്ട് ആൻസേഴ്സ് എന്ന് പറയുന്നത് 5 to 8 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഷോർട്ട് ആൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിനെ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. അത് 120 to 180 വേർഡ്സിന് നമ്മൾ ആൻസേഴ്സ് കൊടുത്താൽ മതി. അതിനകത്ത് ഒത്തിരി അങ്ങ് കാടുകയറി നമ്മൾ ഉത്തരങ്ങൾ എഴുതേണ്ട കാര്യമില്ല, ഷോർട്ട് ആൻസേഴ്സ് ആണ്. അപ്പൊ ജസ്റ്റ് ഇത് എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് അതിന് എന്താണോ മെയിൻ ചോദിച്ചിരിക്കുന്നത് ആ കറക്റ്റ് ഡെഫിനേഷനും എക്സ്പ്ലനേഷനും കൊടുക്കുക. കുറച്ച് 2 3 സബ് പോയിന്റ്സ്, ഇപ്പൊ ഒത്തിരിയും സബ് പോയിന്റ്സ് ആണെങ്കിൽ ആ മാർക്കിന്റെ അനുസരിച്ചുള്ള സബ് പോയിന്റ്സ് മാത്രം കൊടുത്ത് നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ നോക്കുക. ദെൻ വെരി ഷോർട്ട് അല്ലെങ്കിൽ ഡെഫിനേഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ കുഞ്ഞു കുഞ്ഞു ഡെഫിനേഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അത് 2 മാർക്സിനാണ് ചോദിക്കുന്നത്. 20 to 40 വേർഡ്സിനുള്ളിൽ നമുക്കത് എഴുതിയാൽ മതി. അതിനകത്ത് വലിയ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും അങ്ങനെയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ക്രിസ്പ് ടേം ഡെഫിനേഷൻ ആണ് അതിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടത്. ബൈയിങ് മോട്ടീവ്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ബൈയിങ് മോട്ടീവ്സ് എന്താന്ന് കൊടുത്താൽ മതി. അല്ലെ ബൈയിങ് മോട്ടീവ്സ് എങ്ങനെ വന്നു, എന്ത് വന്നു, എന്തിന്റെ സബാണ് അല്ലെങ്കിൽ ഇതിന്റെ വേറെ ടൈപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ വെരി ഷോർട്ട് ഡെഫിനേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ കറക്റ്റ് ആ കോർ ഐറ്റം മാത്രം കൊടുത്താൽ മതി, ആൻസർ മാത്രം കൊടുത്താൽ മതി. ദെൻ കേസ് സ്റ്റഡി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചെന്ന് വെച്ചു, അത് 10 to 15 മാർക്സിനാണ് സാധാരണ ചോദിക്കാറുള്ളത്. 200 to 300 വേർഡ്സിന് നമ്മൾ ആൻസേഴ്സ് കൊടുക്കണം. അതിൽ കൂടുതലായിട്ട് കൺസെപ്റ്റ്സും അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തതും അതിന്റെ സ്റ്റെപ്സ്, അത് സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം കേസ് സ്റ്റഡീസ് വന്നാൽ ആൻസർ ചെയ്യേണ്ടത്. ദെൻ ഡിസ്റ്റിങ്ക്വിഷ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ്, എന്യൂമറേറ്റ് ദി സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ 5 മാർക്കിനാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത്. അത് 80 to 120 വേർഡ്സിനാണ് അത് പ്രസന്റ് ചെയ്യേണ്ടത്. സൈഡ് ബൈ സൈഡ് കോൺട്രാസ്റ്റും അല്ലെങ്കിൽ ബുള്ളറ്റഡ് പോയിന്റ്സ് ഒക്കെ കൊടുക്കത്തില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് സ്റ്റെപ്പുകളായിട്ടൊക്കെ കൊടുത്ത് വേണം അത് കൂടുതലും പ്രസന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ MCQ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധാരണ 5 മാർക്ക് താഴെയാണ് അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അത് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. ഇൻ കേസ് ചോദിക്കുവാണെങ്കിൽ ആ കറക്റ്റ് ആ ഫില്ല് ചെയ്യാനുള്ള ഡാഷ് ഇട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡാഷ് ഇട്ട് ആ വേർഡ് അല്ലെങ്കിൽ ആ ഒരു സെന്റൻസ് മാത്രം അവിടെ വിളിക്കുക കേട്ടോ. ഒത്തിരി കാർഡ് കയറി അവിടെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രോബ്ലംസ് ആണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടേത് ഒരു തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഈ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസും കാര്യങ്ങളും സൊല്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്ത് വരിക. അപ്പൊ അതിനകത്ത് നമുക്ക് വരാൻ ചാൻസ് നമ്മളുടെ ലോങ് എസ്സേസ്, ഷോർട്ട് എസ്സേസ്, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ എന്താണ് കേസ് സ്റ്റഡീസ്, അങ്ങനത്തെ സംഭവമൊക്കെ വേണമെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നമ്മളുടെ ഈ ഒരു ടോപ്പിക്കുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പേഴ്സണൽ സെല്ലിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് സാധാരണ വരുന്നതൊക്കെ ഉണ്ടോ. ഞാൻ പറഞ്ഞ പോലെ ലോങ് എസ്സേസ്, അതായത് നമുക്ക് 10 to 20 മാർക്സിന് ലോങ് എസ്സേസ്, ഷോർട്ട് ആൻസേഴ്സ് വരാനുണ്ട് 5 to 8 മാർക്സിന്. കേസ് സ്റ്റഡീസ് ചോദിക്കാറുണ്ട്, വെരി ഷോർട്ട് ആൻസേഴ്സ് ചോദിക്കും. ഈ ഒരു 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അത് എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞു ആ രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. ദെൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് നോക്കാം. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്ന സമയത്ത് ഓരോ ബ്ലോക്കിനും ഓരോ ബ്ലോക്കിൽ നിന്നും എത്രത്തോളം മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അതായത് ലാസ്റ്റ് 5 സെഷൻസിലായിട്ട്, അതായത് December 22 തൊട്ട് December 24 വരെ വന്നിരിക്കുന്ന ആ ഒരു ബേസിൽ എങ്ങനെയാണ് സെഷൻസിനകത്താണ് ഇതൊക്കെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്, എത്രത്തോളം മാർക്സ് ആണ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് നോക്കാം. ബ്ലോക്ക് 1 പേഴ്സണൽ സെല്ലിംഗ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ 27.2%, ടോട്ടൽ മാർക്കിൽ 27.2% മാർക്ക് ബ്ലോക്ക് 1-ൽ നിന്നാണ്. ബ്ലോക്ക് 2 ബൈയിങ് ബിഹേവിയർ ആൻഡ് പ്രോസസ് നോക്കിക്കഴിഞ്ഞാൽ 30% മാർക്സ് ആണ് വന്നിരിക്കുന്നത്. ബ്ലോക്ക് 3 കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്ലോസിംഗ് നോക്കിക്കഴിഞ്ഞാൽ 22.8%.
ബ്ലോക്ക് 4 റിപ്പോർട്ട്സ് എത്തിക്സ് ആൻഡ് കരിയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 20% മാർക്ക് എന്ന രീതിയിലാണ് മാർക്കിന്റെ ഒരു അലോക്കേഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ടോപ്പിക്സ് മാർക്ക് വൈസ് വന്നിരിക്കുന്നത്. ഈ ഒരു ഓർഡറിലാണ് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു ജസ്റ്റ് ഗ്രാഫും കാര്യങ്ങളും ഒന്ന് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി PG MBA എല്ലാം നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാനാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഒട്ടും സമയം കളയാതെ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അതേപോലെ നമുക്കൊരു പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നേരത്തെ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10% ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് 23%ഓളം കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസിലുള്ള ചാൻസ് അല്ലെങ്കിൽ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് കൂടിക്കൂടി വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ടെൻഡൻസിയാണ് കാണുന്നത്. അപ്പം കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്ത് പോവുക. ദെൻ ലോങ് എസ്സേസിൽ സാധാരണ എന്താണ് 45% ആയിരുന്നു, അത് 38 അല്ലെങ്കിൽ 40 എന്ന രീതിയിൽ ചെറിയൊരു കുറവ് കണ്ടിട്ടുണ്ട്. അതായത് കേസ് സ്റ്റഡി കൂട്ടിക്കൊണ്ട് ലോങ് എസ്സേസിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ലോങ് എസ്സേസ് മസ്റ്റ് ആയിട്ട് കവർ ചെയ്ത് പോകണം. ഒരു ഭൂരിഭാഗം ലോങ് എസ്സേസ് ചോദിക്കാനാണ് ചാൻസ് വരുന്നത്. ഷോർട്ട് ആൻസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 30% ആയിരുന്നു, അത് 27 to 28 എന്ന രീതിയിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ദെൻ ഷോർട്ട് എന്താണ് വെരി ഷോർട്ട് ആൻസേഴ്സ്, അതായത് തീരെ ചെറിയ 2 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് 12% സാധാരണ ചോദിക്കുന്നുള്ളത് 15% എന്ന രീതിയിൽ ചെറിയതായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കേസ് സ്റ്റഡീസിന്റെ കേസിൽ കുറച്ച് ഇൻക്രീസും ഷോർട്ട് ആൻസേഴ്സ്, വെരി ഷോർട്ട് ആൻസേഴ്സിന്റെ കേസിൽ ചെറിയൊരു ഇൻക്രീസും ഉണ്ട്. അപ്പം ഈ ഒരു 4 ടൈപ്പ് ക്വസ്റ്റ്യൻസും പ്രതീക്ഷിച്ച് തന്നെ പോകും. കേസ് സ്റ്റഡിയും ലോങ് എസ്സേസും ഷോർട്ട് ആൻസേഴ്സും വെരി ഷോർട്ട് ആൻസേഴ്സും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് എക്സ്പെക്ട് ചെയ്ത് തന്നെ പോകാൻ നോക്കുക. നമ്മുടെ ആൻസേഴ്സും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡീസും ആ രീതിയിൽ തന്നെ ആക്കാൻ നോക്കണം. ദെൻ അതേപോലെ 3 അവേഴ്സിന്റെ എക്സാം ആണ് നമുക്ക് വരുന്നത്. 100 മാർക്സിനാണ് വരുന്നത്. അതിൽ നമുക്ക് എങ്ങനെ ടൈം സ്പ്ലിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ടൈം എങ്ങനെ മാനേജ് ചെയ്ത് എഴുതാൻ നോക്കിക്കഴിഞ്ഞാൽ ലോങ് എസ്സേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ടൈം എടുത്ത് ചെയ്യേണ്ടതാണ്. അതിനൊരു ചുമ്മാ ഒത്തിരി സമയം കളയാതെ ഒരു 70 to 75 മിനിറ്റ്സ് അതിന് വേണ്ടി മാറ്റുക. അല്ലെങ്കിൽ 2 or 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോർമലി ചോദിക്കാൻ ചാൻസ്. അതിനൊരു 70 to 75 മിനിറ്റ്സ് കൊണ്ട് ലോങ് എസ്സേസ് കവറപ്പ് ചെയ്യാൻ നോക്കുക. ദെൻ ഷോർട്ട് ആൻസേഴ്സ് വരുമ്പോൾ 50 to 55 മിനിറ്റ്സ് കൊണ്ട് ചെയ്യുക. അതായത് 5 or 6 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കാണും ഷോർട്ട് ആൻസേഴ്സിൽ. അപ്പോൾ ഒരു ക്വസ്റ്റ്യനകത്ത് തന്നെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണൂല. അപ്പൊ അത് അങ്ങനെ കവർ ചെയ്യാൻ നോക്കുക. ദെൻ കേസ് സ്റ്റഡീസ് 35 to 40 മിനിറ്റ്സ് കൊണ്ട് കവർ ചെയ്യാൻ നോക്കുക. അതിനകത്ത് 1 to 2 സിനാറിയോസ് ആണ് സാധാരണ ചോദിക്കുന്നത്. അപ്പൊ അത് 35 to 40 മിനിറ്റ്സ് കൊണ്ട് കേസ് സ്റ്റഡീസ് കവർ ചെയ്യണം. പിന്നെ ഷോർട്ട് ആൻസേഴ്സ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ഒക്കെ ചോദിക്കുമല്ലോ, അത് നമുക്കൊരു പെട്ടെന്ന് ഒരു 15 to 20 മിനിറ്റ്സ് കൊണ്ട് പെട്ടെന്ന് തീർക്കേണ്ട ഒരു ഇതാണ്. പിന്നെ ഒരു 10 മിനിറ്റ്സ് എന്ന് പറയുന്നത് നമ്മളൊന്ന് റിസർവ് ചെയ്ത് വെക്കണം. അതായത് കൃത്യം ഇപ്പം 12 ഒരു എക്സാം തീരുവാണെങ്കിൽ ലാസ്റ്റ് 12 മണി വരെ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് റീചെക്ക് ചെയ്യാനുള്ള ടൈം കാണത്തില്ല. അപ്പൊ നമുക്ക് ഒരു 10 മിനിറ്റ് നേരത്തെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടുപോയിട്ടുണ്ടോ, കറക്റ്റ് ആണോ, എന്തെങ്കിലും മാറിപ്പോയി ടെൻഷൻ കയറിയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ നമ്പർ മാറിയിട്ടുണ്ടോ, ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് റിലാക്സ് ചെയ്ത് കാര്യങ്ങൾ നോക്കാനുള്ള ഒരു ടൈമായിട്ട് ഒരു 5-10 മിനിറ്റ് ലാസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിടണം. അതിന് മുമ്പ് പരീക്ഷ തീർക്കാൻ മാക്സിമം ട്രൈ ചെയ്യണം. ദെൻ നമ്മുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിക്കറിംഗ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അത് എത്രത്തോളം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്, 14 പ്രാവശ്യം 14 ടൈംസ് അപ്പിയർ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അത് മസ്റ്റ് ആയിട്ട് കവർ ചെയ്തോണേ. ആ ഒരു പോർഷൻ കറക്റ്റ് ആയിട്ട് കവർ ചെയ്ത് പോവുക. എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെയിൽസ്മാൻഷിപ്പ് ആൻഡ് അഡ്വർടൈസിങ്. സെയിൽസ്മാൻഷിപ്പ് എന്താണ്, അഡ്വർടൈസിങ് എന്താണ്, ഇതൊരു 12 പ്രാവശ്യം വന്നിട്ടുണ്ട്, അപ്പിയർ ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് നോക്കുക. ദെൻ ഡിസ്കസ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പേഴ്സണൽ സെല്ലിംഗ് പ്രോസസ്. പേഴ്സണൽ സെല്ലിംഗ് പ്രോസസ്സിനകത്ത് വരുന്ന സ്റ്റെപ്സും കാര്യങ്ങളും 11 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. Then describe the qualities of a successful salesperson. അത് 10 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. Then explain the concept of
ബയർ ബിഹേവിയർ ആൻഡ് ഇറ്റ് സിഗ്നിഫിക്കൻസ് 9 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ദെൻ ഡിസ്ക്രൈബ് ദ മെത്തേഡ്സ് ഓഫ് ഹാൻഡ്ലിംഗ് കസ്റ്റമർ ഒബ്ജെക്ഷൻസ്. കസ്റ്റമർ ഒബ്ജെക്ഷൻസ് വന്നാൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ള മെത്തേഡ്സും കാര്യങ്ങളും കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അത് 9 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ ദ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിങ്ങിനകത്ത് എത്തിക്കൽ ഇഷ്യൂസ് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അതൊരു 8 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട് ക്വസ്റ്റ്യൻസിൽ. ദെൻ ഡിസ്കസ് ദ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സെയിൽസ് റിപ്പോർട്ട്സ്. അത് 7 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് സെയിൽസ് പ്രസന്റേഷൻ. അതും 7 ടൈംസ് ആണ്. ലാസ്റ്റ് വൺ ഡിസ്കസ് ദ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ഓഫ് സെയിൽസ് പേഴ്സൺ. ഇത് 6 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്ത് കാണുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു 10 ടോപ്പിക്സ് അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് റിപ്പീറ്റ് ചെയ്ത ഒരു ടൈംസും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് കവർ ചെയ്ത് പോകുക. കാരണം അതിൻ്റെതായ അപ്പിയർ ചെയ്തൊരു കൗണ്ട് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ, 14 പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. മസ്റ്റ് കവർ എന്ന രീതിയിൽ തന്നെ കവർ ചെയ്ത് പൊക്കുവാണേ. ദെൻ അതിന്റെ ഫ്രീക്വൻസി അനുസരിച്ച് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൂടി കൊടുത്തിരിക്കുന്ന ഒരു ടേബിൾ ആണിത്. അതില് മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് 14 പ്രാവശ്യം അപ്പിയർ ചെയ്തെന്ന് പറഞ്ഞു. അപ്പം അതായത് ഏത് ബ്ലോക്കിൽ അല്ലെങ്കിൽ ഏത് യൂണിറ്റിലാണെന്നും കൂടി പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാനേ. അപ്പം ആ ഒരു പോർഷൻ വരുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഒരു 10 മാർക്കിനകത്ത് ഒരു പോർഷൻ ചോദിച്ചിട്ടുണ്ട്. ആവറേജ് മാർക്ക് ആ ഒരു പോർഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. ദെൻ സെയിൽസ്മാൻഷിപ്പ് അല്ലെങ്കിൽ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ്. 12 ടൈംസ് ചോദിച്ചേക്കുന്നത്. അത് ആവറേജ് മാർക്ക് 8 മാർക്കാണ് വന്നിട്ടുള്ളത്. സ്റ്റെപ്സ് ഇൻ സെല്ലിംഗ് പ്രോസസ് ബ്ലോക്ക് 2 യൂണിറ്റ് 8 ആണ് വരുന്നത്. 11 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. 10 മാർക്സ് ആണ് ആവറേജ് വരുന്നത്. ക്വാളിറ്റീസ് ഓഫ് സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്നത് ഈ ബ്ലോക്ക് 3 യൂണിറ്റ് 9 ആണ്. 10 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. 8 ആണ് ആവറേജ് മാർക്ക് വരുന്നത്. ദെൻ ബയർ ബിഹേവിയർ ബ്ലോക്ക് 2 യൂണിറ്റ് 6 ആണ്. 9 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. 8 ആവറേജ് മാർക്കാണ് വരുന്നത്. ഹാൻഡ്ലിംഗ് ഒബ്ജക്ഷൻസ് അത് നമുക്ക് ഈ ബ്ലോക്ക് 3 യൂണിറ്റ് 10 ആണ് പോർഷൻ വരുന്നത്. 9 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. 10 ആവറേജ് മാർക്കാണ് വരുന്നത്. ദെൻ എത്തിക്സ് ഇൻ സെല്ലിംഗ് വരുന്നത് ബ്ലോക്ക് 4 യൂണിറ്റ് 12 ആണ്. 8 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് മാർക്സ് 10 ആണ്. ദെൻ സെയിൽസ് റിപ്പോർട്ട്സ് ബ്ലോക്ക് 4 യൂണിറ്റ് 11 ആണ്. 7 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 8 ആണ്. ദെൻ സെയിൽസ് പ്രസന്റേഷൻ ബ്ലോക്ക് 3 യൂണിറ്റ് 9 ആണ്. 7 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. ദെൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് 4 യൂണിറ്റ് 13 ആണ്. 6 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 6 ആണ് വന്നിട്ടുള്ളത്. ദെൻ അതൊരു പൈ ഡയഗ്രാമിലും കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു അനാലിസിന്റെ ബേസിസിൽ നമുക്കൊന്ന് നിങ്ങൾക്ക് ഒരു അഡ്വൈസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കണ്ടിന്യൂസ് പ്രാക്ടീസ് ആണ് ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കണ്ടിന്യൂസ് പ്രാക്ടീസ് നോക്കൂ. ഒരു ഫുൾ ആൻസേഴ്സ് ഒക്കെ ഒരു 12-15 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് ഒരു ഔട്ട്ലൈൻ ഒക്കെ ഉണ്ടാക്കി അതൊന്ന് എടുത്തു നോക്കും. പിന്നെ അതുപോലെ ഇന്റഗ്രേറ്റ് എക്സാമ്പിൾസ് നമുക്ക് എന്തെങ്കിലും ഇഗ്നോർഡ് എക്സാംസിലൊക്കെ കൂടുതൽ വരുന്നത് നമുക്ക് എക്സാമ്പിൾസ് ഉൾക്കൊള്ളിച്ച് എഴുതാൻ പറ്റുന്ന എസ്സേസും കാര്യങ്ങൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനാരിയോസ് ഒക്കെ വരുന്ന പോർഷൻസിൽ നമ്മൾ വിത്ത് എക്സാമ്പിൾ തന്നെ നമ്മുടെ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാൻ നോക്കുക. അതിന് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ അതേപോലെ തന്നെ ട്രൈസ് അതായത് നമുക്ക് എന്താണ് നമ്മൾ ആൻസേഴ്സ് എഴുതിയോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഔട്ട്ലൈൻ ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇതിന്റെ ആൻസർ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഔട്ട്ലൈൻ ഒക്കെ ഉണ്ടാക്കി ഒരു ജസ്റ്റ് ഒരു റഫായിട്ടൊക്കെ ഒന്ന് എഴുതി എടുത്തു നോക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ജസ്റ്റ് ചുമ്മാ ഞാനത് പിന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു പോകാതെ അതിനെ അത്രത്തോളം ഒന്ന് പ്രാക്ടീസ് ചെയ്തോന്ന് ജസ്റ്റ് അത് ചുമ്മാ ഫുള്ളായിട്ട് ആൻസേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്യണമെന്നല്ല. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഒന്ന് ചിന്തിച്ച് മനസ്സിലാണെങ്കിലും വെച്ച് ഇതിന് ഇന്നൊരു ക്വസ്റ്റ്യൻ അതിനകത്ത് ഞാൻ എന്തെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം, ഇൻട്രൊഡക്ഷൻ വേണ്ടതാണോ, ഏതൊക്കെ പോയിന്റ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്ന രീതിയിൽ ഒരു ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ നോക്കുക. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഡിക്ഷൻ നോക്കുക. ഇതൊരു നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ടേംസിൽ വന്നത് വെച്ചിട്ടാണ് ഒരു എന്താണ് അനാലിസിസ് പറഞ്ഞത്. അപ്പൊ ആ ഒരു അനാലിസിസിന്റെ ബേസിസിൽ മുന്നോട്ട് ഇനി വരാൻ ചാൻസ് ഉള്ളെങ്കിൽ ഈ ഒരു കമ്മിങ് എക്സാമിന് ഡിസംബർ എക്സാമിന് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പോർഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ടോപ്പിക്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ബ്ലോക്ക് 1 പേഴ്സണൽ സെല്ലിംഗ് ബേസിക്സിലെ യൂണിറ്റ് 1 മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് 88% പ്രോബബിലിറ്റി ഉണ്ട്. ഒരു ഹൈ കാറ്റഗറി ആയിട്ട് പറയാൻ പറ്റും. മസ്റ്റ് കവർ എന്ന രീതിയിൽ പറയാം. ദെൻ യൂണിറ്റ് 2 അതായത് സെയിൽസ്മാൻഷിപ്പിൽ 82% ആണ് പ്രോബബിലിറ്റി ഉള്ളത്. ഹൈ കാറ്റഗറി ആണ്. യൂണിറ്റ് 3 സെയിൽസ് മാനേജ്മെന്റ് 65% പ്രോബബിലിറ്റി ആണ്. മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 4 സെയിൽസ് ഫോഴ്സ് മാനേജ്മെന്റ് 52% പ്രോബബിലിറ്റി ആണ്. മീഡിയം കാറ്റഗറി. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5
ബൈങ് മോട്ടീവ്സ് 60% ആണ് പ്രോബബിലിറ്റി വരുന്നത് മീഡിയം കാറ്റഗറി. യൂണിറ്റ് 6 ബയർ ബിഹേവിയർ 72% പ്രോബബിലിറ്റി ആണ്, ഹൈ കാറ്റഗറി ആണ്. യൂണിറ്റ് 7 സെയിൽസ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് 38% പ്രോബബിലിറ്റി ആണ്, ലോ കാറ്റഗറി ആണ്. ദെൻ യൂണിറ്റ് സ്റ്റെപ്സ് ഇൻ പേഴ്സണൽ സെല്ലിംഗ് പ്രോസസ്സിനകത്ത് 85% പ്രോബബിലിറ്റി ആണ്, ഹൈ കാറ്റഗറി ആണ്. ദെൻ ബ്ലോക്ക് 3 കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്ലോസിംഗ് എന്ന് പറയുന്നത് യൂണിറ്റ് 9 സെയിൽസ് പ്രസന്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ നമുക്ക് 68% ആണ് പ്രോബബിലിറ്റി ഉള്ളത്, മീഡിയം കാറ്റഗറി ആണ്. ദെൻ യൂണിറ്റ് 10 ഹാൻഡ്ലിംഗ് ഒബ്ജക്ഷൻസ് ആൻഡ് ക്ലോസിംഗ് ദ സെയിൽ 75% പ്രോബബിലിറ്റി ആണുള്ളത്, ഹൈ കാറ്റഗറി ആണ്. ദെൻ അതിനകത്ത് വരുന്നത് ബ്ലോക്ക് 4 റിപ്പോർട്ട്സ് എത്തിക്സ് ആൻഡ് കരിയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 11 അതായത് സെയിൽസ് റിപ്പോർട്ട് ആൻഡ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് 55% പ്രോബബിലിറ്റി ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 12 എത്തിക്സ് ഇൻ സെല്ലിംഗ് 80% പ്രോബബിലിറ്റി ഉണ്ട്, ഹൈ കാറ്റഗറി ആണ്. അപ്പം മസ്റ്റ് കവർ എന്ന രീതിയിലാണ്. ദെൻ യൂണിറ്റ് 13 സ്കിൽസ് ഫോർ സെയിൽസ് പേഴ്സൺ 35% പ്രോബബിലിറ്റി ഉള്ളൂ, പക്ഷെ ലോ കാറ്റഗറി ആണ്, തീരെ തള്ളിക്കളയേണ്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, കവർ ചെയ്ത് പോവുക. ദെൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് 14 അതായത് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സെല്ലിംഗ് 28% പ്രോബബിലിറ്റി ആണ്, ലോ കാറ്റഗറി. ദെൻ എന്തുകൊണ്ട് ഇതിനെയൊക്കെ ഇത്രയും ഹൈ ലോ മീഡിയം എന്ന് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് മിക്കതിലും അതായത് 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്, 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ബേസിസിലാണ്, അതിന്റെ ഒരു റെക്കറിംഗ് നേച്ചർ വെച്ചിട്ടാണ് നമ്മൾ ഒരു പ്രഡിക്ട് ചെയ്തിരിക്കുന്നത് ഇത് വരാൻ ചാൻസ് ഉണ്ട്, അപ്പൊ നെക്സ്റ്റ് ടൈം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്ന രീതിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ബേസിസിൽ ഒരു 70% അതിൽ കൂടുതലോ ചാൻസ് ഉള്ളതിനെ നമ്മൾ ഹൈ കാറ്റഗറി എന്ന രീതിയിലും, ദെൻ അതിന് കൂടുതൽ എങ്ങനെ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ഫ്ലാഷ് കാർഡ്സ് ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് പഠിച്ച് കവർ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ആരോടെങ്കിലും പറഞ്ഞു എടുത്തു നോക്കി പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പിയർ ഗ്രൂപ്പിനോട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് ആൻസേഴ്സ് പറഞ്ഞു നോക്കി പഠിക്കുക. ദെൻ എസ്സേസ് ഒക്കെ നമുക്കൊരു 250 അല്ല 300 വേർഡ്സ് എഴുതി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഈ രീതിയിലൊക്കെയാണ് ഈ ഒരു ടോപ്പിക്ക് നോക്കേണ്ടത്. ആ ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ്മാൻഷിപ്പ്, ബയർ ബിഹേവിയർ, സെയിൽസ് പ്രോസസ്, ഹാൻഡ്ലിംഗ് ഒബ്ജക്ഷൻസ്, എത്തിക്സ് ഇൻ സെല്ലിംഗ്. ഇത് ഇത്രയുമാണ് നമുക്കൊരു ഹൈ കാറ്റഗറിയിൽ പ്രോബബിലിറ്റി ആയിട്ട് പറയാൻ പറ്റുന്നത്. ദെൻ മീഡിയം പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ 40 to 69% വരെ പ്രോബബിലിറ്റി ഉള്ളതാണ്. അത് വരുന്നത് സെയിൽസ് മാനേജ്മെന്റ്, ഫോഴ്സ് മാനേജ്മെന്റ്, ബൈങ് മോട്ടീവ്സ്, സെയിൽസ് പ്രസന്റേഷൻ, സെയിൽസ് റിപ്പോർട്ട്സ്. ഇത് ഇത്രയും ടോപ്പിക്സ് ആണ് മീഡിയം പ്രോബബിലിറ്റിക്കകത്ത് വരുന്നത്. അതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ ചാർട്ട്സും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം, വിത്ത് എക്സാമ്പിൾസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട കുറച്ച് പോർഷൻസ് ആണ് ഈ മീഡിയം പ്രോബബിലിറ്റിക്കകത്ത് വന്ന് കണ്ടിട്ടുള്ളത്. ദെൻ ലോ പ്രോബബിലിറ്റി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ലെസ് ദാൻ 40% പ്രോബബിലിറ്റി വരുന്ന ടോപ്പിക്സ് സെയിൽസ് മോട്ടിവേഷൻ, സ്കിൽസ്, കരിയർ ഇൻ സെല്ലിംഗ്. ഇത് 3 ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിന് എന്താണ് തിയറിറ്റിക്കൽ പാർട്സ് ആണ് വന്നിട്ടുള്ളത്. അതിന്റെ ഡെഫിനേഷൻസും കാര്യങ്ങളും മസ്റ്റ് ആയിട്ട് നോക്കുക. പെട്ടെന്ന് നമ്മളൊന്ന് അതൊന്ന് എന്താണ് എസ്സേയുമായിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് ലിങ്ക് ചെയ്തൊക്കെ ചിലപ്പോൾ എഴുതേണ്ടി വരുന്ന പോർഷൻസ് ആയിരിക്കും. അപ്പൊ അത് കവർ ചെയ്ത് തന്നെ പോകുക. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഈ ഒരു പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അപ്പൊ അതും കവർ ചെയ്ത് പോകും. ദെൻ നമ്മളുടെ ഈ ഒരു അനാലിസിന്റെ ബേസിസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വരുന്നത്. അതായത് ഇത് തന്നെ സെയിം വരുമെന്നല്ല, അപ്പൊ ഇത് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. December 25 എക്സാമിനേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു മോഡലും കൂടി കിട്ടാൻ വേണ്ടി അതിൽ മാക്സിമം മാർക്ക് നമ്മുടെ എക്സാം പറയുന്ന പോലെ തന്നെ 100 മാർക്സിലാണ് കൊടുത്തിരിക്കുന്നത്. അത് 3 hours വരുമ്പോൾ ആൻസർ 25 ക്വസ്റ്റ്യൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ മാർക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കുറെ ഓപ്ഷൻസ് കാണും, അതിൽ നിന്ന് ഏതെങ്കിലും 5 ആൻസർ ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റ്യൻസിനും 20 മാർക്സ് എന്ന രീതിയിലാണ് വരുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡിഫൈൻ സെയിൽസ്മാൻഷിപ്പ് ആണ്, 5 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ അതിന്റെ ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ഹൗ ദ റോൾ ആൻഡ് കോമ്പറ്റൻസി പ്രൊഫൈൽ ഓഫ് എ മോഡേൺ സെയിൽസ് പേഴ്സൺ ഹാസ് ഇവോൾവ് ഇൻ ബിസിനസ് ടു കൺസ്യൂമർ ആൻഡ് ബിസിനസ് ടു ബിസിനസ് കോണ്ടെക്സ്റ്റ്. ഇലുസ്ട്രേറ്റ് വിത്ത് റെലവന്റ് എക്സാമ്പിൾസ്. നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ ഉൾപ്പെടെ എന്ത് ചെയ്യുക, ഈ ഒരു കൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താണ് സ്റ്റേറ്റ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന്റെ എക്സാമ്പിൾസും കൊടുത്തു വേണം കൊടുക്കാൻ. അത് 15 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ അനലൈസ് ദ ഡിറ്റർമിനൻസ് ഓഫ് ബയർ ബിഹേവിയർ ദാറ്റ് എ പേഴ്സൺ സെയിൽസ് പേഴ്സൺ മസ്റ്റ് സ്റ്റഡി ബിഫോർ, ഡ്യൂറിംഗ് ആൻഡ് ആഫ്റ്റർ എ സെയിൽസ് കോൾ. ഒരു സെയിൽസ് കോൾ ചെയ്യുന്നതിന് മുമ്പും ചെയ്യുന്ന സമയത്തും ചെയ്ത് കഴിഞ്ഞിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് ബയർ ബിഹേവിയേഴ്സ് ഉണ്ട്. അത്
Then organize your answer using an appropriate model and show how each determinant influences the selling approach. ഇത് ഇത്രയും കാര്യങ്ങൾ ആ ഒരു ആൻസറിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. 20 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് തേർഡിന്റെ എ പാർട്ട് വരുന്നത് ക്ലാസിഫൈ പ്രോസ്പെക്ട് കാറ്റഗറീസ്, അതായത് ന്യൂ ടാസ്ക്, മോഡിഫൈഡ്, റീബൈ, റിപ്പീറ്റ്, കീ കൗണ്ട് എന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക. ആൻഡ് സജസ്റ്റ് tailored contact strategies of each. ഓരോന്നിനും വരുന്ന tailored contact strategies ഉണ്ടല്ലോ, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. Then അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടിൽ വരുന്ന തേർഡ് ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ടിൽ വരുന്നത് ഔട്ട്ലൈൻ ദ സ്റ്റെപ്സ് ഇൻ സെയിൽസ് പ്രസന്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ ഇൻഡിക്കേറ്റിംഗ് ദ ഒബ്ജക്റ്റീവ് ടൂൾസ് ആൻഡ് എവിഡൻസ് ടു ബി യൂസ് അറ്റ് ഈച്ച് സ്റ്റെപ്പ്. 10 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർത്ത് ക്വസ്റ്റ്യൻ വരുന്നത് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ടെക്നിക്സ് ഫോർ മോട്ടിവേറ്റിംഗ് ദ സെയിൽസ് ഫോഴ്സ്. ഡിസൈൻ എ ബ്രീഫ് മോട്ടിവേഷൻ പ്ലാൻ ഫോർ എ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഫോർ ഫേസിംഗ് ഹൈ ടെറിട്ടറി ടേൺ ഓവർ. ജസ്റ്റിഫൈങ് യുവർ മിക്സ് ഓഫ് ടെക്നിക്സ്. എന്തുകൊണ്ട് നമ്മൾ അത് പറഞ്ഞെന്നും എന്താണ് വേണ്ടതെന്നും അത് എന്തുകൊണ്ട് പറഞ്ഞെന്നും നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിച്ചോണം. 20 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. Then ഫിഫ്ത് ക്വസ്റ്റ്യന്റെ ഏത് ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബൈങ് മോട്ടീവ്സ് ആൻഡ് ഷോ വിത്ത് എക്സാമ്പിൾ ഹൗ ദീസ് മോട്ടീവ്സ് ആർ ട്രാൻസ്ലേറ്റഡ് ഇൻടു മെസ്സേജ് അപ്പിയൽസ് ഡ്യൂറിംഗ് പേഴ്സണൽ സെല്ലിംഗ്. 10 മാർക്സിനാണ്. ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് കമ്പയർ ആൻഡ് ഇവാലുവേറ്റ് 3 distinct closing techniques. എക്സാമ്പിൾ സമ്മറി ക്ലോസ്, ഓൾട്ടർനേറ്റീവ് ചോയ്സ് ക്ലോസ്, ബാലൻസ് ഷീറ്റ് ക്ലോസ്. Indicate when each is appropriate and fit for our. അതായത് ഓരോ കേസിലുള്ള ക്ലോസിംഗ് മെത്തേഡ്സ് എന്തൊക്കെയാണ് അത് ഡിസ്റ്റിങ് ചെയ്യുക, എന്നിട്ട് അത് ഓരോ കേസിലും എവിടെയാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നും അത് അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അത് 10 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്കസ് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ഇൻ പേഴ്സണൽ സെല്ലിംഗ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡിജിറ്റൽ അല്ലെങ്കിൽ omni channel interactions, privacy, misrepresentation, unfair indictments, and regulatory compliance. Recommend safeguards a sales manager should institute. അതായത് നമുക്ക് ഈ കേസസ് ഒക്കെ എന്താണ് ഡിസ്കസ് ചെയ്യുകയും വേണം. നമുക്കൊരു സെയിൽസ് മാനേജറിനെ അപ്പൊ സേഫ് ഗാർഡ് ചെയ്യാനുള്ള ബാക്കി റെക്കമെൻഡേഷൻസും കാര്യങ്ങളും പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുകയും വേണം. 20 മാർക്സിനുള്ള ഒരു എസ്സേ പോലാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 7th ചോദിച്ചിരിക്കുന്നത് എ പാർട്ടിൽ സ്റ്റേറ്റ് ദ പർപ്പസ് ആൻഡ് ഡിസിഷൻ യൂസ്ഫുൾനെസ് ഓഫ് സെയിൽസ് റിപ്പോർട്ട്സ് ആൻഡ് ഡോക്യുമെന്റ്സ് 5 മാർക്കിനും. നെക്സ്റ്റ് പാർട്ട് ബിയിൽ ചോദിച്ചിരിക്കുന്നത് ഡെവലപ്പ് ഔട്ട്ലൈൻ ടെംപ്ലേറ്റ് ഫോർ എ മന്ത്ലി കോൾ റിപ്പോർട്ട്. അതായത് അതിനകത്ത് ഹെഡിങ്സ്, കീ മാട്രിക്സ് ആൻഡ് നെറേറ്റീവ് സെഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കണം. ദെൻ എക്സ്പ്ലെയിൻ ഹൗ ദ റിപ്പോർട്ട് ഇംപ്രൂവ്സ് കൺട്രോൾ ആൻഡ് കോച്ചിങ്. 15 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 7 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 7 ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന 5 ക്വസ്റ്റ്യൻസ് എടുത്ത് ആൻസർ ചെയ്യുക. എല്ലാത്തിനും 20 മാർക്ക് വെച്ചിട്ടാണ്. 20 മാർക്ക് വെച്ചിട്ടാണെങ്കിലും അതിനകത്ത് സബ് ക്വസ്റ്റ്യൻസിന് 5, 15 അല്ലെ 10, 10 എന്ന രീതിയിലൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ മെൻഷൻ ചെയ്ത മാർക്കിന്റെ ബേസിൽ തന്നെ നമ്മൾ ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. നിങ്ങൾ റഫായിട്ട് ഇത് ചെയ്ത് നോക്കുക. ഒന്നോട്ടൊരു കോൺഫിഡൻസ് കിട്ടും. എത്രത്തോളം നമ്മൾ പഠിച്ചു, എത്രത്തോളം നമുക്ക് മനസ്സിലായി, എത്രത്തോളം കവറപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് നിൽക്കും. അത് മാത്രമല്ല ലാൻഡ്വൈസിന്റെ ആപ്പിൽ, ലാൻഡ്വൈസിന്റെ സ്റ്റുഡൻസിന് നിങ്ങളുടെ ആപ്പിൽ ഇതിന്റെ ആൻസർ കീ അവൈലബിൾ ആണ്. അത് വെച്ച് കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കുക. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ, നല്ല ടെൻഷൻ ഇല്ലാതെ നല്ലൊരു എക്സാംസ് ആയിട്ട് വരട്ടെ. തിയറി എക്സാം ആണ്, വലിയ കുഴപ്പമൊന്നുമില്ലാത്ത പേപ്പറാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ നോക്കുക. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.